Hello, my dear Star Soul Atman. Namaste. Welcome to Samaradhya Cosmic Insights. ടാരോ ഡെയിലി ഗൈഡൻസ് ആണ്. എന്താണ് നമ്മുടെ കറണ്ട് എനർജി നോക്കാം. 5 ഓഫ് സോർട്സ് ആണ് കറണ്ട് എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. അതൊരു ഇന്നർ കോൺഫ്ലിക്റ്റിൻ്റെ ദിവസമായിരിക്കും. ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് നോക്കിയപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പൊതുവേ ഒരു നല്ല കാർഡാണെങ്കിലും ഒബ്സ്റ്റക്കിളായിട്ട് നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ ആ തരത്തിൽ റീഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ ഒരു പിടിവാശി അല്ലെങ്കിൽ ഒരു മെല്ലെപ്പോക്ക് നയം, ഒരു സ്ലോ അപ്രോച്ച് ആയിരിക്കും നിങ്ങൾക്ക് ഇന്ന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഞാൻ ശരിയാണ്, എൻ്റെ വഴികൾ ശരിയാണ്, എന്നെ തിരുത്താൻ ആരും വരണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത്. അതായത് ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരവസ്ഥ. ഇന്നത്തെ ഫലം എന്താണെന്ന് നോക്കിയപ്പോൾ ഹീറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഹീറോഫൻ്റ് പറയുന്നത് നിങ്ങൾക്കൊരു വ്യക്തത വരും, ശാന്തത വരും, ശരിയായ വഴി ഈഗോ അല്ലെന്ന് മനസ്സിലാക്കണം. ഒരു മുതിർന്ന ആളുടെ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ രീതിയിലുള്ള ഒരു സ്പിരിച്വൽ ബിലീഫ്, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗൈഡൻസ് കിട്ടുന്നതാണ്. ഈ ഹീറോഫൻ്റ് വന്നതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ ഗൈഡൻസിന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചപ്പോൾ 5 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്സ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞതിനെ പറ്റിയുള്ള റിഗ്രറ്റ്. അതായത് ഇന്ന് സംഘർഷത്തിലാണല്ലോ തുടങ്ങുന്നത്. ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഈഗോ ക്ലാഷിലാണ് തുടക്കം എന്ന് പറഞ്ഞല്ലോ. ആ തുടക്കം നിങ്ങളെ ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലേക്ക് ചിലപ്പോൾ എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ ഒരു മൂഡ് ഹെവി ആക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടതിൽ മാത്രം ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, അതിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ ഇന്ന് സംഘർഷത്തിൽ നിന്ന് ഒറ്റപ്പെടലിലേക്കുള്ളൊരു ചെറിയ ജേർണിയിലേക്കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്നത്. അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ അഫർമേഷൻ എടുക്കാം. സ്വസ്ഥമായിരിക്കാം, കണ്ണുകൾ അടയ്ക്കാം, ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തുവിടാം. ഇന്ന് ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നു. എൻ്റെ പാതയിൽ അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങൾ എൻ്റെ മുന്നിൽ പ്രപഞ്ചം കൊണ്ടെത്തിക്കുന്നു. പഴയതിനെയെല്ലാം നന്ദിയോടെ ഞാൻ ഉപേക്ഷിക്കുന്നു. സമാധാനമാണ് എൻ്റെ ശക്തി. പ്രപഞ്ചത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവകാശം പുറത്തുവിടാം. വളരെയധികം സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഈ എനർജി ക്ലെയിം ചെയ്യാം, യൂണിവേഴ്സിനോട് നന്ദി പറയാം. എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ ഈഗോ ക്ലാഷിലോ ഒക്കെ ഏർപ്പെടുകയാണെങ്കിൽ അലേർട്ടായിരിക്കുക. ഈ അഫർമേഷൻ ഒന്നുകൂടെ കേൾക്കുക, ശാന്തരായിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം. താങ്ക്